പൊന്നു പൊന്നു. രാവിലെയുള്ള അച്ഛൻ്റെ വിളിയാണ് അവളെ ഉണർത്തിയത്. ആ ദാ വരുന്നു. അച്ഛനോട് മറുപടി പറഞ്ഞ് അവൾ എഴുന്നേറ്റു. അച്ഛൻ്റെ അടുത്തേക്ക് പോയി. വേഗം വാ പൊന്നു, വന്ന് ഗേറ്റ് തുറക്ക്. ആ ഇതാ വരുന്ന അച്ഛാ. ഗേറ്റ് അടച്ച് വേഗം പോവേണ്ടതുണ്ട് കേട്ടോ. അതും പറഞ്ഞ് അച്ഛൻ പോയി. അല്ല, ഇതാരാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഇതാണ് ദേവാൻഷി, നമ്മുടെ കഥയിലെ നായിക. ശ്രീനിലയത്തിലെ ദേവനാരായണൻ്റെയും ഋഷികാന്ത് ദേവനാരായണൻ്റെയും ഒരേ ഒരു സന്തതി. തല്ലുകൊള്ളിയാണേലും പഠിത്തത്തിൽ മുന്നിലാണ് കേട്ടോ. അത്യാവശ്യം പാട്ടും ഡാൻസും ഒക്കെ അറിയാം. ഏറെയൊന്നുമില്ല. കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാതിലകം മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പം മനസ്സിലായോ ആളുടെ ഒരു റേഞ്ച്? ദേവനാരായണൻ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ്. ഋഷിക ഒരു പാവം വീട്ടമ്മയുമാണ്. ഹലോ, ഒന്ന് നിന്നേ. എൻ്റെ സ്റ്റോറി അല്ലേ, ഞാൻ പറഞ്ഞോളാട്ടോ. ഓ ആയിക്കോട്ടെ. ഞാൻ ദേവാൻഷി. എന്നെക്കുറിച്ചും എൻ്റെ വീട്ടുകാരെക്കുറിച്ചും ദേവ് പറഞ്ഞില്ലേ? അപ്പോൾ ഏകദേശം എന്നെ മനസ്സിലാക്കി കാണുമല്ലോ. ഇന്ന് എൻ്റെ സ്കൂളിലെ ആദ്യത്തെ ദിവസമാണ്. ഞാനിപ്പോൾ ഒരു +1 വിദ്യാർത്ഥിനിയാണ് കേട്ടോ. എങ്ങനെയുണ്ട് എന്നെ കാണാൻ? രശ്മികയെ പോലെ സുന്ദരിയാണല്ലേ? എന്ത് ചെയ്യാം, സൗന്ദര്യം കൂടിപ്പോയത് എൻ്റെ കുറ്റമാണോ? അല്ല, നമ്മളിത് എങ്ങോട്ടല്ലേ പറഞ്ഞു പോകുന്നത്? അല്ല, നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ആ, ഞാനൊരു +1 വിദ്യാർത്ഥിയാണെന്നല്ലേ പറഞ്ഞു നിർത്തിയത്? ആ, ഇന്ന് എൻ്റെ സ്കൂളിലെ ആദ്യത്തെ ദിനമാണ്. പക്ഷേ അതിൻ്റെ ടെൻഷനൊന്നും എനിക്കില്ല. കാരണം എന്താണെന്നറിയോ? ഞാൻ +1 പഠിക്കണത് ഞാൻ 10 വരെ പഠിച്ച അതേ സ്കൂളിലാണ്. സത്യം പറയാലോ, അലോട്ട്മെൻറ്റിൽ ഈ സ്കൂളിൽ തന്നെ കിട്ടിയപ്പോൾ വല്ലാതെ സന്തോഷം തോന്നി എനിക്ക്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവിടെ. ആ സന്തോഷം ഒന്നുകൂടി കൂടിയത് അന്നാണ്, ഞാൻ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോയ അന്ന്. കാരണം അവിടെ അഡ്മിഷൻ എടുക്കാൻ എൻ്റെ കൂടെ വന്ന കുട്ടിയെ കണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം അവളാണ് എൻ്റെ ബെസ്റ്റിയിൽ ഒരാളായ ജ്യോതി. അന്വേഷിച്ചപ്പോൾ ഒരേ ക്ലാസ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് ഞാൻ അവളെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. എൻ്റെ സന്തോഷം മുഴുവൻ ആ ഒരു കെട്ടിപ്പിടുത്തത്തിലുണ്ടായിരുന്നു. അവളും എന്നെ കെട്ടിപ്പിടിച്ചു. അയ്യോ, ഓരോന്നും പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. ഇന്ന് അമ്മ എന്നെ കൊല്ലും. എന്താണെന്നല്ലേ, രാവിലെ അച്ഛൻ പോയത് നിങ്ങൾ കണ്ടില്ലേ? അത് അമ്മയെ കൂട്ടാനാണ്. അമ്മാമ്മയുടെ കൂടെയായിരുന്നു. കാരണം അമ്മാമ്മയ്ക്കൊരു പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. ആശുപത്രിയിലായി. കൂട്ടുനിന്നത് എൻ്റെ അമ്മയാണ്. ഇന്ന് ഡിസ്ചാർജ് ചെയ്യൂ കേട്ടോ. അമ്മാമ്മയ്ക്ക് 3 മക്കളാണ്. മൂത്തത് ഋഷികേഷ്. പുള്ളി കോട്ടൂർ ഗവൺമെൻറ് കോളേജിലെ പ്രിൻസിപ്പളായി സേവനം ചെയ്യുന്നു. ഇവർക്ക് 2 ആൺകുട്ടികളാണ്. മൂത്തത് ആനന്ദ്. നന്ദു ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ HR മാനേജറായി വർക്ക് ചെയ്യുന്നു. ഭാര്യ മീര ആനന്ദ്, മീനു. ഇതേ കമ്പനിയിൽ അക്കൗണ്ടൻ്റ് ആണ്. ലവ് കം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അതും 1-2 വർഷമൊന്നും അല്ല കേട്ടോ, 10 വർഷം. ചേച്ചി +1 പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് രണ്ടാളും. ആദ്യം പറയാൻ മടിച്ചു നിന്നു. പിന്നെ ചേച്ചി +2 പഠിക്കുമ്പോൾ ചേട്ടൻ പ്രൊപ്പോസ് ചെയ്തു. അപ്പം തന്നെ ചേച്ചി യെസ്സും പറഞ്ഞു. പിന്നെ അവരുടെ പ്രണയകാലമായിരുന്നു. 2 പേരും പഠിച്ച് ജോലി നേടി. വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടൊരു 4 വർഷം. ഒരു മകൾ നൈനിക ആനന്ദ്, ഞങ്ങളുടെ നച്ചു. അവൾക്കിപ്പോൾ 3 വയസ്സ്. ഇളയത് ആകാശ്, ആശു. ആള് ഒരു ഡോക്ടറാണ്. ഇനി രണ്ടാമത്തേത് ഋഷിരാജ്. ആളൊരു പോലീസ് ഓഫീസറാണ്. ഇപ്പോൾ DYSP ആണ്. പുള്ളിയുടെ ഭാര്യ പ്രമീള ഋഷിരാജ് ഒരു വീട്ടമ്മയാണ് കേട്ടോ. ഇവർക്കും 2 മക്കൾ. മൂത്തത് ആയുഷ്, അജു. ഇനി നമ്മുടെ നായികയുടെ മുറച്ചെറുക്കൻ ആള് ഡോക്ടറാണ്.
മുറച്ചെറുക്കനാണെങ്കിലും അവർ തമ്മിൽ സഹോദര സ്നേഹം മാത്രമേ ഉള്ളൂ. ഇളയത് ആരുഷി. ആരു നമ്മുടെ നായികയുടെ ബെസ്റ്റിയാണ്. രണ്ടാളും ഒരുമിച്ചാണ് ജനിച്ചത്. മൂന്നാമത്തേത് ഋഷിക, നമ്മുടെ നായികയുടെ അമ്മ. ബാക്കി അറിയാലോ. ഇപ്പൊ നമ്മുടെ നായിക എന്തിനാണ് അമ്മയെ പേടിക്കുന്നത് എന്ന് വെച്ചാൽ 10ൽ പഠിക്കുന്ന സമയം തൊട്ട് അമ്മ പൊന്നൂനെയും കൊണ്ട് അമ്പലത്തിലേക്ക് മാല കെട്ടിക്കുമായിരുന്നു. സാധാരണ അമ്മ ഉള്ളപ്പോൾ അവൾ നേരത്തെ എണീറ്റ് കുളിച്ച് മാല കെട്ടി കൊണ്ടു കൊടുക്കാതെ പച്ചവെള്ളം കുടിക്കാൻ സമ്മതിക്കില്ല. ഈശ്വരാ, ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുകയാണാവോ. ഇതേ സമയം ഹോണിംഗ് ബെല്ലടിക്കുന്നു. പൊന്നു ചെന്ന് ഡോറ് തുറന്നു. പുറത്തു നിൽക്കുന്ന ആളെ കണ്ടതും അവൾ കനപ്പിച്ചൊന്ന് നോക്കി. എന്താ ഇത്ര നേരത്തെ? കുറച്ചുകൂടി കഴിഞ്ഞു വന്നാ പോരെ? പുറത്തു നിൽക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ ആരുവാണ്. സോറി പൊന്നു, കുറച്ച് വൈകിപ്പോയി. ഭയങ്കര തലവേദനയായിരുന്നു. ഇന്നലെ കാലുവേദനയായിരുന്നല്ലോ, ഇന്ന് തലവേദന. നീ ഇന്ന് അമ്മയെ കൊണ്ട് എനിക്ക് ചീത്ത കേൾപ്പിക്കും. നീ പേടിക്കാതറോ, വേഗം പോയി മാല കെട്ട്. ഞാൻ പോയി റെഡിയായി വരാം. മാല എടുക്കാൻ മറക്കണ്ട. ആരുവിൻ്റെ വീട്ടിൽ അവളുടെ അമ്മയാണ് മാല കെട്ടുന്നത്. അതുകൊണ്ടേ കൊടുക്കുന്നത് ഇവരും. ആരു, എന്നാ പോവാം. ആ, മാല എടുത്തോ? ആ, എടുത്തടി. വീട്ടിൽ നിന്ന് കുറച്ചേ ഉള്ളൂ അമ്പലത്തിലേക്ക്. അതുകൊണ്ട് അവർ നടന്നാണ് പോയത്. പോകുന്ന വഴി അവർ ഒരു വീടിൻ്റെ അടുത്തെത്തി. അവിടെ എത്തിയപ്പോൾ പൊന്നുവിൻ്റെ കണ്ണും ആരുവിൻ്റെ കണ്ണും നിറഞ്ഞു. പിന്നെ ആരു കണ്ണുനീർ അടക്കി പിടിച്ച് പൊന്നുവിനെ വിളിച്ചു. പൊന്നു, നീ ഇങ്ങനെ നിൽക്കാതെ നടക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ മാല എത്തിക്കാൻ വൈകിയതിന് അപ്പച്ചിയുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടും കേട്ടോ. പോവാം. അല്ലാരും അജുവേട്ടൻ എവിടെ? രാവിലെയും കണ്ടില്ലല്ലോ. അത് പൊന്നു, അജുവേട്ടൻ അർണവേട്ടനെ കൂട്ടാൻ പോയതാ. ഏട്ടൻ തിരിച്ചു വരികയാ. ഇനി ഞങ്ങളുടെ വീട്ടിലാണ് താമസം. പൊന്നു ഒന്നും മിണ്ടാതെ നടന്നു. ഇതേ സമയം ആരു ചോദിക്കുകയാണ്, പൊന്നു, നീ എന്താ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് നോക്കി നിൽക്കുന്നത്? വാ പോകാം. പോകാം. അവർ രണ്ടുപേരും അമ്പലത്തിൽ കയറി പൂജാരിക്ക് കൊടുത്ത് പ്രദക്ഷിണം വെച്ചു വന്ന് നടയിൽ നിന്ന് തൊഴുതു. എന്താ മോളെ മുഖം വല്ലാണ്ടിരിക്കണേ? അമ്മാമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? ഏയ് ഇല്ല തിരുമേനി, അമ്മാമ്മയ്ക്ക് ഇപ്പോൾ കുറവുണ്ട്. ഇന്ന് അമ്മ വരും. പിന്നെ വയ്യാത്തത് അത് ചെറിയൊരു തലവേദന. തൊഴുതു കഴിഞ്ഞോ? എന്നാ പ്രസാദം തരാം. ആയിക്കോട്ടെ. അവർ പ്രസാദവും വാങ്ങി ഇറങ്ങി. അപ്പോൾ ആര് ചോദിക്കുകയാണ്, എടി നീ ഇപ്പോഴും പഴയതൊക്കെ മനസ്സിൽ വെച്ച് നടക്കുകയാണോ? അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ ആരു? പൊന്നു അത് പറഞ്ഞതും ആരു വല്ലാതെയായി. പിന്നെ ഒന്നും മിണ്ടാതെ രണ്ടും കൂടെ വീട്ടിലേക്ക് നടന്നു. ആരുവിൻ്റെ വീട്ടിലേക്കും പൊന്നു പൊന്നുവിൻ്റെ വീട്ടിലേക്കും. ഇതേ സമയം എയർപോർട്ടിൽ അർണവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അജു. അപ്പോ അജു, ഇതാണ് അർണവ്, ബിസിനസ്മാനായ ചന്ദ്രകാന്തിൻ്റെ മകൻ. ഇവരുടേത് ലണ്ടനിലെ അറിയപ്പെടുന്ന ബിസിനസ് ഗ്രൂപ്പാണ്. അച്ചുവിൻ്റെയും ആരുവിൻ്റെയും അമ്മയായ പ്രമീളയുടെ ഒരേ ഒരു ഏട്ടൻ്റെ മകനാണ്. അമ്മ മായ ചന്ദ്രകാന്ത്, വീട്ടമ്മയാണ്. ഒരു ചേച്ചി അർച്ചിത. അച്ചു, നമ്മുടെ അച്ചുവും തമ്മിൽ ഇഷ്ടത്തിലാണ് കേട്ടോ. അവരുടെ കല്യാണം ചെറുപ്പത്തിലേ പറഞ്ഞുറപ്പിച്ചതാണ്. അതേപോലെ ആരുവിൻ്റെയും അർണവിൻ്റെയും. എന്തായടാ നിന്റെ ജോലി? ഉടനെ പോസ്റ്റിംഗ് കിട്ടുമെന്ന് അച്ഛൻ പറഞ്ഞത്. പേപ്പറൊക്കെ കിട്ടി. അതെ, നമ്മുടെ അജു സിവിൽ സർവീസ് കിട്ടിയ ആളാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ജോലിക്ക് കിട്ടും അല്ലേ? ഏയ് കൺഗ്രാറ്റ്സ് മാൻ. എന്താ നിന്റെ പ്ലാൻ? മെയിൻ ലക്ഷ്യം പൊന്നു, രണ്ടാമത്തേത് PG ചെയ്യണം. അവളിപ്പോഴും ഓക്കെ ആയിട്ടില്ല അന്നത്തെ സംഭവത്തിൽ നിന്ന്. അത്ര പെട്ടെന്ന് അവൾക്ക് കഴിയില്ല. കാരണം ആ സംഭവത്തിന് ശേഷം അവൾ ആകെ തളർന്നു പോയില്ലേ. എങ്ങനെയൊക്കെ ചികിത്സിച്ചാലും മനസ്സിൻ്റെ മുറിവ് ഉണക്കാൻ കഴിയില്ലല്ലോ എന്നും പറഞ്ഞ് അവൻ സ്റ്റീരിയോ ഓൺ ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് ഒരു പാട്ട് കേട്ടു.
പാട്ട് നിന്നതും അവൻ കണ്ണു തുറന്നു നോക്കി. അപ്പോഴേക്കും അവർ അവരുടെ വീട്ടിലെത്തിയിരുന്നു. അവൻ പുറത്തിറങ്ങി ആദ്യം നോക്കിയത് തറവാട്ടിലേക്കാണ്. അവിടെ വാതിലടഞ്ഞു കിടക്കുന്നത് കണ്ടതും അവന് നിരാശനായി. അപ്പോഴാണ് സ്കൂളിൽ പോകാനായി ആരും ഇറങ്ങി വരുന്നത്. അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. അവൾ തിരിച്ചും. അവൾ നേരെ അമ്മയോട് പറഞ്ഞ് ഇറങ്ങാൻ പോയതും അമ്മ ചോദിച്ചു, പൊന്നു എത്തിയോ മോളെ? അതിനുത്തരം അറിയാൻ നിൽക്കുമായിരുന്നു ഇപ്പോൾ 4 കണ്ണുകൾ. അവൾ പറഞ്ഞു, ദേവു വീടിന് മുൻപിലുണ്ടെന്ന്. അപ്പോൾ അവന് മനസ്സിലായി അവൻ വന്നതറിഞ്ഞതുകൊണ്ട് ഇങ്ങോട്ട് വരാത്തതെന്ന്. അജു, അവൾ രാവിലെ ചോദിച്ചപ്പോൾ ആരുമോള് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാകും കയറാതെ വീടിന് വെളിയിൽ നിൽക്കുന്നത്. എനിക്ക് തോന്നി. എന്നാലും എങ്ങനെയാണ് അവളെ ഒന്ന് കാണാൻ കഴിയുന്നത്? വഴിയുണ്ടാക്കാം. അതും പറഞ്ഞ് അവർ വെളിയിലേക്ക് പോയി. ആരൂ, എന്താ ഏട്ടാ? മോൾ എങ്ങനെയാ പോകുന്നേ? നടന്നിട്ട്? കൂടെ പൊന്നുമുണ്ട്. ഞാൻ കൊണ്ടുവിടാം. ഫസ്റ്റ് ഡേ അല്ലേ? ഏട്ടാ അത് അവളെവിടെ? ഞാൻ ചോദിക്കാം. അത് വേണ്ട ഏട്ടാ, ഞാൻ ചോദിച്ചോളാം. എന്നാ പോയി ചോദിക്കേ, ഞാൻ വെയിറ്റ് ചെയ്യും ഇവിടെ. അജു അവൾ പോയ വഴിയെ നോക്കി അപ്പുവിനോട് പറഞ്ഞു, അവൾ ആ ഗേറ്റിനടുത്തുണ്ടായിരുന്നു. നമ്മളെ കണ്ട് മതിലിനോട് ചേർന്ന് നിന്നതാണെന്ന്. എത്ര നേരം ഒളിച്ചു കളിക്കും. അമ്മായി വന്നോ? ഇപ്പൊ വന്നിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും ആര് വന്നു? എന്താ മോളെ, അവള് വരില്ലേ? അവള് വരില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് അപ്പച്ചി അമ്മാവനും വന്നത്. അപ്പോൾ അവൾ അമ്മാവനോട് കൊണ്ടുവിടാൻ പറഞ്ഞു. അമ്മാവൻ സമ്മതിക്കുകയും ചെയ്തു. എന്നോട് വരാൻ പറഞ്ഞു. ഞാൻ പോയിട്ട് വരാം. അമ്മയോട് പറയൂ കേട്ടോ. അവളാള് ബുദ്ധിമതിയാണ് കേട്ടോ. അല്ലെങ്കിൽ കറക്റ്റായി അമ്മാവനോട് തന്നെ പറയുമോ? അങ്ങനെ ആ ഐഡിയയും ഫ്ലോപ്പ്. എടാ വഴിയുണ്ടാക്കാം. എന്നാലും അമ്മാമ്മയ്ക്ക് റെസ്റ്റ് എടുത്തൂടെ? ഏട്ടൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞതാ. ദേവൻ, അങ്ങനെ ഒന്നുണ്ടെങ്കിൽ നേരത്തെ പറയണ്ടേ ആരൂട്ടി? എന്നാ ഞാൻ റെസ്റ്റ് എടുത്തേനെ. അപ്പോൾ ഇവളെന്താ അമ്മയോട് പറഞ്ഞേ? ദേവൻ, അവൾ പറഞ്ഞു, അച്ഛാ ഞങ്ങളിത് സ്കൂളിൽ കൊണ്ടുവിടുമോ? ഫസ്റ്റ് ഡേ അല്ലേ എന്ന്. ഏട്ടൻ എയർപോർട്ടിൽ പോയിരിക്കുക എന്നും അല്ലെങ്കിൽ ഏട്ടനോട് പറഞ്ഞേനെ എന്നും. അവൻ വന്നിട്ട് കൊണ്ടാക്കാം എന്നാവൂല്ലേ പറഞ്ഞിരിക്കണത്. എപ്പോൾ എത്തും? അല്ല, ആരാ വരുന്നത്? വരുന്നത് അർണവേട്ടനാണ്. ഇപ്പം എത്തിക്കാണും. ദേവൻ, എന്നാ പോകുമ്പോൾ അവിടെ കൂടെ കയറിയിട്ട് പോകാം. അങ്ങനെ അവർ യാത്ര തുടങ്ങി. സ്കൂളിലെത്തിയതും അവൾ കണ്ടു അവളെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അവളുടെ കൂട്ടുകാരെ. അവർ മൊത്തം 6 പേര്. ദേവാൻഷി, ദേവ. കൂട്ടുകാർക്ക് അവൾ ദേവയാണ്. ആരുഷി, ആരു. ജോത്സന, ജ്യോതി. സിദ്ധാർത്ഥ്, സിദ്ധു. അമൽകൃഷ്ണ, അമൽ. മഹേഷ്, മഹി. അവരൊക്കെ അവൾക്ക് പല വർഷങ്ങളായി കിട്ടിയ സൗഹൃദമാണ് കേട്ടോ. ആരും അവളും ജനിച്ചപ്പോൾ മുതൽ കൂട്ടാണ്. ജ്യോതിയും സിദ്ധുവും 5th നിന്ന് കിട്ടിയതാണ്. പിന്നെ മഹി 7th നിന്ന്, അമൽ 8th നിന്നും. പിന്നെ അവർ ഒരുമിച്ചായിരുന്നു. പരസ്പരം പറയാത്ത ഒരു കാര്യവും അവർക്കിടയിലില്ല. അവൾ സ്കൂളിലെത്തിയതും അവർ 4 പേരും വന്ന് അവരെ പൊതിഞ്ഞു. അതിനുശേഷം അവർ ക്ലാസ്സിലേക്ക് പോയി. ഇതേ സമയം വീട്ടിൽ പഴയ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പു. അവൻ്റെ മുന്നിൽ അപ്പോൾ നിറഞ്ഞു നിന്നത് അവൻ്റെ ഇഷിയുടെ മുഖമായിരുന്നു. അവൻ്റെ മാത്രം ഇഷി. അവൻ ആലോചിക്കുകയായിരുന്നു. അവൻ്റെ കുറുമ്പി കാന്താരി. എന്തു കാര്യത്തിനായാലും അപ്പുവേട്ട എന്ന് വിളിച്ച് നടന്ന കൊച്ചു വായാടി പെണ്ണ്. പക്ഷേ ഇന്ന് അവൾ തന്നെ കാണാതിരിക്കാൻ വേണ്ടി ഒഴിഞ്ഞു നടക്കുന്നു. അതോർത്തപ്പോൾ അവൻ്റെ കണ്ണിലൂടെ കണ്ണുനീർ വാർന്നൊഴുകി. പെട്ടെന്നാണ് അവിടെ ഒരു കാറ് വന്ന് നിർത്തിയത്. അവൻ കാറിലേക്ക് നോക്കി. ഒറ്റ നോട്ടത്തിൽ അവന് ആളെ മനസ്സിലായി. അവൻ വേഗം ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. ദേവച്ച, അപ്പു, മോനെ, സുഖമല്ലേ നിനക്ക്? ആരു പറഞ്ഞു മോൻ വന്നിട്ടുണ്ടെന്ന്? മോൻ ഒരു ദിവസം അങ്ങോട്ടേക്ക് ഇറങ്ങ്, എല്ലാവരെയും കാണാമല്ലോ. അങ്കിളിനിപ്പോഴും എന്നോട് ദേഷ്യമാണോ? എന്താ മോനെ ഇത്? മോൻ അറിഞ്ഞുകൊണ്ടല്ലോ.